ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. തനി നാടൻ പരിപ്പ് വടിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് അറിയുന്നവർ ഉണ്ടായിരിക്കും എന്നതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അറിയാത്തവരും ഉണ്ടായിരിക്കും. അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. പിന്നെ ഈ പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തത്, ഈ പരിപ്പ് അധികം അരഞ്ഞു പോവരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ പരിപ്പ് അരയ്ക്കണ സമയത്ത് ഇതിൽ വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കണം. അപ്പം ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ് കൂടുതൽ നമ്മൾ നാടൻ പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ഇത് അധികം കട്ടിയില്ലാണ്ട് പരത്തിയെടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കണം. ഈ വക കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പരിപ്പ് വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് ഞാനിവിടെ ഒരു 1.5 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 1.5 കപ്പ് കടലപ്പരിപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കടലപ്പരിപ്പ് നമ്മൾ ആദ്യം തന്നെ ഒരു 2 മണിക്കൂർ നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം മൂടി വെക്കാം. 2 മണിക്കൂറിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോഴേക്കും ഈ പരിപ്പ് നല്ല പോലെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂർ മൂടി വയ്ക്കുകയാണ്. ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ കടലപ്പരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പം നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഇതിലത്തെ വെള്ളം ഫുള്ള് വാർന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെയിനറിൽ ഇട്ട് വെക്കാം. ഒരു 2-3 മിനിറ്റ് നമ്മൾ സ്ട്രെയിനറിൽ വെച്ചാൽ മതി. അപ്പം തന്നെ നമുക്കിതിൽ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പം നമുക്ക് ഈ 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിതിലെ വെള്ളം ഫുള്ള് വാർന്ന് പോണ ആ ടൈമിനുള്ളിൽ നമുക്ക് ഇതിന് വേണ്ട ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 തണ്ട് കറിവേപ്പില, ആ തണ്ട് വന്ന് നമ്മൾ ഉരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വേണ്ടത് പച്ചമുളകും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമുളകുമാണ്. ഈ 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുണ്ട്. പച്ചമുളകും ഉണക്കമുളകും ആവശ്യമുണ്ട്. ഒരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും അതേപോലെ തന്നെ 4 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കായം പൊടിയാണ്. അപ്പോൾ കായം പൊടി ഏതാ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. അത് 1 ടീസ്പൂണോളം കായം പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ചതച്ചെടുക്കണം. എങ്കിൽ ഈ ഗ്രൈൻഡറിലിട്ട് ചതച്ചെടുക്കുന്നതിന് പകരം ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ്, പച്ചമുളകൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ ഇഞ്ചിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഗ്രൈൻഡറിലിട്ടിട്ട് ചതച്ചിട്ടാണ് ചെയ്യാറ്. കൂടുതൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മുളകും ഇഞ്ചിയൊക്കെ കടിക്കുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ ഇതുപോലെ ചതച്ചിടുമ്പോൾ നമുക്കതങ്ങനെ കടിക്കില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിടണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. പക്ഷെ വളരെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഗ്രൈൻഡറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഫുള്ള് ചതച്ചതിന് ശേഷം നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമുക്ക് പരിപ്പ് വടയ്ക്കുള്ള മാവ് തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ടു. ഇനി ഞാൻ ഈ ഗ്രൈൻഡറിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ പരിപ്പ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് പരിപ്പല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 2-3 ട്രിപ്പായിട്ട് നമുക്ക് ഇതിൽ അരച്ചെടുക്കാൻ പറ്റും. ഒരു 3 തവണയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് ചെറിയ ഗ്രൈൻഡറാണ്, മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറാണ്. പക്ഷേ ഇതിൽ അരയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിലിട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അരയ്ക്കണ സമയത്ത് 1-2 പരിപ്പൊക്കെ അരയാണ്ട് കിടന്നാലും പ്രശ്നമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ പരിപ്പ് വട വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, അതിൽ 1-2 പരിപ്പൊക്കെ അരയാണ്ട് കിടക്കുന്നത്. അപ്പോൾ അത് പരിപ്പ് വടയ്ക്ക് ഒരു ഭംഗിയുമാണ്. അതങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ 1-2 പരിപ്പൊക്കെ അരയാണ്ട് കിടന്നു എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ 3 ട്രിപ്പായിട്ട് എല്ലാ പരിപ്പും ഇവിടെ അരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മളിപ്പോൾ മുളകും ഉള്ളിയൊക്കെ ചതച്ചേൽക്ക് ആ പരിപ്പ് അരയ്ക്കുന്നത് അപ്പം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വേണം ഉപ്പും അതേപോലെ തന്നെ കായം പൗഡറും ചേർക്കാനായിട്ട്. അപ്പോൾ കായം പൗഡർ ഞാൻ 1 ടീസ്പൂൺ ചേർത്തു. ഇനി ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നിങ്ങൾ എങ്ങനെയാണ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക.
അതേപോലെ തന്നെ ഇതിൽ മുളകും പച്ചമുളകും അതേപോലെ തന്നെ റെഡ് മുളകും ചേർത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ കൈ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു നീറ്റൽ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു കുക്കിംഗ് ഗ്ലൗസ് ഇട്ടിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയൊന്ന് നീറും. അത് കാരണം ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇത് ഓരോ റൗണ്ടാക്കിയിട്ട് ഇതേപോലെ കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് കുറച്ച് കനം കുറച്ചിട്ട് പരത്തണം. കനം ഉണ്ടെങ്കിൽ ഇത് അത്ര ക്രിസ്പി ആവില്ല, ഉള്ളിലൊന്നും കുറച്ചൊരു കട്ടിയായിട്ട് നിൽക്കും. അപ്പം പരിപ്പോട് അത്ര രസം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എല്ലാ പരിപ്പ് വടിയും നമ്മൾ ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പിൽ എത്ര നമ്മൾ പാനിൽ കൊള്ളുന്നു അതിനനുസരിച്ച് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പാന് ആദ്യം തന്നെ ചൂടായി അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഓരോരോ പരിപ്പ് വടിയായിട്ട് നമ്മൾ ഇതേപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓയിൽ ഒഴിക്കുക. നിങ്ങളുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓയിൽ ഒഴിക്കുക. അതേപോലെ തന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞ് നമ്മൾ പരിപ്പോടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ ഒരു സൈഡ് മൊരിഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സൈഡും ഇതേപോലെ മറിച്ചിട്ടിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൊന്നും വേവില്ല, പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ, അതല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഇത് പൊരിച്ചെടുക്കാനായിട്ട്. രണ്ട് സൈഡും നല്ലപോലെ മൊരിഞ്ഞു എന്ന് കണ്ടാൽ നമുക്ക് ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക്സ്.